ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ വൻ ക്രമക്കേട് കണ്ടെത്തി. 139.5 കോടി രൂപയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയത്. 7 കോടി രൂപയുടെ നികുതി വെട്ടിപ്പും പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേർന്നു. ഡാൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ GST ഇങ്ങനെ ഹോട്ടലുകളിൽ വ്യാപകമായി ക്രമക്കേട് നടക്കുന്നുണ്ട് എന്നുള്ള സൂചനയിൽ പരിശോധന നടത്തിയിരുന്നു. ഈ പറയുന്ന കണക്കുകൾ അത് സംസ്ഥാനമുടനീളമാണോ? സംസ്ഥാന വ്യാപകമായി ഇന്നലെയാണ് റെസ്റ്റോറന്റുകളും ഹോട്ടലുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് GST വകുപ്പിന്റെ പരിശോധന നടന്നത്. സെയിൽസ് റിട്ടേൺ സമർപ്പിക്കുന്നതിൽ വീഴ്ച ഉണ്ടാകുന്നുണ്ട് പല സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുമെന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലായിരുന്നു മിന്നൽ പരിശോധന. പോലീസിന്റെ സുരക്ഷയിലായിരുന്നു തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ പ്രധാനപ്പെട്ട ഹോട്ടലുകളിൽ ഈ പരിശോധന GST വകുപ്പ് നടത്തിയത്. ആ പരിശോധനയ്ക്കിടയിലാണ് 139.5 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയിട്ടുള്ളതായി GST വകുപ്പിന്റെ കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. അതോടൊപ്പമാണ് ഈ 7 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന പ്രാഥമികമായ വിലയിരുത്തലും അന്വേഷണത്തിന്റെ ഈ പരിശോധനയുടെ പ്രാഥമിക ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിലെ ഈ പിടിച്ചെടുത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ബില്ലുകളടക്കം അല്ലെങ്കിൽ GST വകുപ്പിന് സമർപ്പിച്ചിരുന്ന മറ്റ് വിശദാംശങ്ങളടക്കം വിശദമായി തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധന പൂർണ്ണമായാൽ മാത്രമേ ഈ തട്ടിപ്പിന്റെയും ക്രമക്കേടിന്റെയും വ്യാപ്തി എത്രയാണ് എന്ന കാര്യത്തിൽ വ്യക്തമായൊരു കണക്കുകൾ പുറത്തു വരികയുള്ളൂ. പ്രാഥമികമായ പരിശോധനയിലാണ് 139 കോടി രൂപയുടെ ക്രമക്കേട് നടന്നതായും 7 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടന്നതായുമുള്ള GST വകുപ്പിന്റെ കണ്ടെത്തൽ. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന GST പരിശോധനയിലാണ് വലിയൊരു ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത്. ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് GST വകുപ്പ് നടത്തിയ ക്രമക്കേടിൽ 139 കോടിയിലേറെ രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് കണ്ടെത്തൽ. 7 കോടി രൂപയുടെ നികുതി വെട്ടിപ്പും പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയതായി ഡാൻ കുര്യൻ റിപ്പോർട്ട് ചെയ്തു. നേരത്തെ